ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്ന പാക് വ്യോമതാവളങ്ങൾ വീണ്ടും പുനർനിർമ്മിക്കാൻ പാകിസ്ഥാൻ ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്നാണ് ഇത് എടുത്തു കാണിക്കുന്നതും. സാമ്പത്തികമായി തന്നെ വലിയ പ്രതിസന്ധി നേരിടുകയാണ് എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഭീകര കേന്ദ്രങ്ങളും വ്യോമതാവളങ്ങളും അടക്കം പുനർനിർമ്മിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. മാത്രമല്ല, ഭീകരന്മാർക്ക് ഒത്താശ ചെയ്യുവാനും മടിക്കാത്ത പ്രവർത്തനങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നത്. മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായ തിരിച്ചടിയിലുണ്ടായ നാശനഷ്ടങ്ങൾ നികത്താൻ പോലും ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനും ഏതാനും മാസങ്ങളാണ് പാകിസ്ഥാൻ എടുത്തതെന്ന് റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇന്ത്യ ഇക്കാര്യത്തിൽ ചില വ്യക്തതകൾ വരുത്തിക്കൊണ്ടുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത നിലയിലാണിപ്പോൾ കാണാൻ സാധിക്കുന്നതും. മാത്രമല്ല, അവിടെ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നീക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നതെന്നും ഈ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്ന പാക് വ്യോമതാവളങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. സുക്കോറിൽ സ്ഥിതി ചെയ്തിരുന്ന വ്യോമതാവളമാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ തകർത്ത് തരിപ്പണമാക്കിയതും. അതേപോലെ തന്നെ കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും പാകിസ്ഥാൻ വ്യക്തമാക്കിയതായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തുവരുന്നു. ഇത് വ്യക്തമാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നതും. മെയ് 10 പുലർച്ചെ തന്നെ 2 മണിക്കും 5 മണിക്കും ഇടയിലായിരുന്നു പാക് വ്യോമതാവളത്തിന് നേരെ ഇന്ത്യൻ സൈന്യം വ്യോമാക്രമണം നടത്തിയത്. വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ആക്രമണം നടത്തിയത്. തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് നിരപ്പാക്കിയതായതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് സൈന്യത്തിന്റെ പ്രധാന വ്യോമതാവളമായ നൂർഖാനിലും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറ്റത്തിനായി തന്നെ പാകിസ്ഥാൻ ഭീകരർ തയ്യാറെടുക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. BSFന്റെ മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നു. ഇതിനായി തന്നെ 72 ലോഞ്ച് പാഡുകൾ സജീവമാക്കിയെന്നാണ് വിവരങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തകർത്ത ലോഞ്ച് പാഡുകളും പാക് ഭീകരർ പുനർനിർമ്മിച്ചിട്ടുണ്ട് എന്നതും അറിയാൻ സാധിക്കുന്നു. ലോഞ്ച് പാഡുകളായി തന്നെ നിലയുറപ്പിച്ച ഭീകരരാകട്ടെ നിരീക്ഷണത്തിലാണ് എന്നതാണ് BSF വ്യക്തമാക്കുന്നത്. അതിർത്തി കടന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ ആവർത്തിക്കുമെന്ന മുന്നറിയിപ്പും ഇവർ നൽകിയിട്ടുണ്ട്. സിയാൽകോട്ട് മറ്റ് പ്രദേശങ്ങളിലെല്ലാം തന്നെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം 12 ഭീകര ലോഞ്ച് പാഡുകൾ അത് സജീവമായി തന്നെ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഭീകരർക്ക് തിരിച്ചടി നൽകാൻ സജ്ജമാണ് എന്നതാണ് ഇപ്പോൾ BSF അറിയിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം ഘട്ടത്തിന് പിന്നാലെ തന്നെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തു നിന്ന് തന്നെ ഭീകരർ മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ഭീകരരുടെ ഭാഗത്തു നിന്ന് നുഴഞ്ഞുകയറ്റത്തിന് ശ്രമമുണ്ടായാൽ കർശന നടപടിയാണ് ഉണ്ടാകുക എന്നും ഇവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഗ്രൗണ്ട് സർവൈലൻസ് റഡാറുകൾ, ഇലക്ട്രോണിക് ഒപ്റ്റിക്കൽ തെർമലുകൾ എല്ലാം തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ BSF വ്യക്തമാക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.